ഹലോ, ഞാൻ ദിശ. ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹായ്, ഹലോ, ടെക് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പല തസ്തികയ്ക്കുള്ള ഗവൺമെൻറ് ജോബിൻ്റെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന പലതരത്തിലുള്ള ജോബിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന അർജൻറ്റ് വാക്കൻസീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി കാറ്റഗറിയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതും കോൺട്രാക്ട് ബേസിലാണ്. 1 വർഷത്തേക്കാണ് നിയമനം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഏജ് ലിമിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. SSLC +2 അങ്ങനെ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒഴിവുകളാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അത് ഏതൊക്കെ ഒഴിവുകളാണെന്നുള്ളത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോബിന് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ്, ലിങ്ക് ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ജോബിനും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് മനസ്സിലാവുന്നതായിരിക്കും. മാത്രമല്ല, ഇതുപോലത്തെ പുതിയ ജോബിൻ്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോൻ്റെ ആ ഒരു ഒഴിവുകൾ ഏതാണെന്നുള്ളത് കണ്ടിട്ട് വന്നാലോ. കേരള ടൂറിസത്തിൽ വന്നിരിക്കുന്ന കുറച്ച് ഒഴിവുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്കും വയനാട് സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കോഴിക്കോട് വന്നിരിക്കുന്ന ഒഴിവുകൾ ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 6 ഒഴിവുകളാണ്. അതുപോലെ തന്നെ ഫുഡ് ബിവറേജ് സ്റ്റാഫ്, കുക്ക്, അസിസ്റ്റൻറ്റ് കുക്ക്, അങ്ങനെ ആകെ 17 ഒഴിവുകളാണ് കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. ഇനി സുൽത്താൻ ബത്തേരിയിലേക്കാണെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ് ഉണ്ട്. 5 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, കുക്ക്, അസിസ്റ്റൻറ്റ് കുക്ക്, റിസപ്ഷനിസ്റ്റ്, മാത്രമല്ല കിച്ചൺ മെയ്റ്റി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ ഒഴിവ് വന്നിരിക്കുന്നത് 21 കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ഈ ഒരു ഓരോ ഒഴിവുകളിലേക്കും വേണ്ട ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് താഴെ പറയാനായിട്ട് പോകുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ SSLC അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള യോഗ്യത വേണം. അതുമാത്രമല്ല, കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷണൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയിച്ചിരിക്കുന്ന ആളായിരിക്കണം. ഇതല്ലെങ്കിൽ കേരള ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ 1 വർഷം ഡിപ്ലോമയോ PG ഡിപ്ലോമയോ വിജയിച്ചിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ മുൻഗണന ലഭിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് ആണെങ്കിൽ പ്രീ ഡിഗ്രി +2 പാസ്സായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും കോഴ്സോ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിലോ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഒന്നല്ലെങ്കിൽ അതിനോടുള്ള കോഴ്സ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഇനി ഈ 2 യോഗ്യതയില്ലാത്തവരാണെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലൊക്കെ ജോബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കായിരിക്കും മുൻഗണന ലഭിക്കുന്നത്. ഇനി കുക്കിൻ്റെ ആ ഒരു വേക്കൻസിയിലോട്ടാണെങ്കിൽ SSLC അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള യോഗ്യത വേണം. പിന്നെ ഇതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ ആ ഒരു കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് കുക്കറി ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ ജയിച്ചിരിക്കുന്ന ആളായിരിക്കണം. 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു കുക്കിൻ്റെ ജോബ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാലും അവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ കറസ്പോണ്ടിങ് ഓരോ ജോബിൻ്റെ വേക്കൻസിയിലോട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഇവരുടെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിസപ്ഷനിസ്റ്റ് വേക്കൻസി ആണെങ്കിൽ 10th +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷണലിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ നിബന്ധനകളിലോട്ട് പോവാം. ഈ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സംവരണ വിഭാഗക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഏജ് ലിമിറ്റിൻ്റെ ആ ഒരു ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷ, അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. 3 കാറ്റഗറി ആയിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ ആയിരിക്കും നമുക്കിതിൻ്റെ അകത്ത് സെലക്ഷൻ പ്രൊസീജിയറായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് സെലക്ട് ആവുന്ന ജീവനക്കാർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഡെയിലി സാലറിയാണ്. ഒരു ദിവസം 675 രൂപയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് എത്ര ദിവസമാണോ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും.
ഇനി ഇതിൻ്റെ അപേക്ഷ ഫോം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വിലാസത്തിൽ വേണം സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതല്ലാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. കറക്റ്റായിട്ട് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. അത് പ്രിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് ഈ ഒരു പോസ്റ്റൽ വഴി സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവർ അറിയിക്കുന്നത്. എക്സാമിനൊക്കെ ഇവർ വിളിക്കുന്നത് കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, എഴുത്തു പരീക്ഷ അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് സ്വന്തം ചെലവിൽ വേണം ഹാജരാകാനായിട്ട്. അതല്ലാതെ പ്രത്യേകിച്ചൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ത്രൂ ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു പോസ്റ്റൽ വഴി സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡേറ്റും ഇൻ്റർവ്യൂ ടൈമൊക്കെ ഇവർ അറിയിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു സ്പോട്ടിൽ ചെന്നാൽ മതി എന്ന് മാത്രം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വന്നിട്ട് ഏപ്രിൽ 3 മുൻപായിട്ട് നിങ്ങളിത് തപാൽ വഴി അയക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ അപേക്ഷ ഫോം എവിടെയാണ് കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ലിങ്ക് അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. www.kerala-tourism.gov.in എന്ന് പറഞ്ഞിട്ട് കേരള ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ഇപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനാണ്. ആ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് അപേക്ഷാ ഫോം കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പ്രിൻ്റ് എടുത്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് പോസ്റ്റൽ വഴി ആ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. നല്ലൊരു പോസ്റ്റാണ്, പക്ഷേ കോൺട്രാക്ട് ബേസിലാണെന്ന് മാത്രമേ ഉള്ളൂ. 1 വർഷത്തേക്കാണ് ഇവർ ആൾക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് പോസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മറ്റൊരു നല്ല ജോബിൻ്റെ വേക്കൻസിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.